രഞ്ജിത്ത് രാമചന്ദ്രൻ വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. രഞ്ജിത്ത്, ഇറാൻ തിരിച്ചടിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. 11ാം ദിവസം അത് ഇസ്രായേൽ പലയിടങ്ങളിലും സൈറണുകൾ മുഴക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അതിനോടൊപ്പം തന്നെ ഫോർഡോയിൽ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. വലിയ ആഘാതം ഇറാൻ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു ഈ ആക്രമണത്തിലെന്നാണോ? തീർച്ചയായും ഇതുവരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപക്ഷെ ആണവ നിലയങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് എങ്കിൽ ഇത്തവണ എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള വലിയ ആക്രമണവും സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അത് മാത്രമല്ല, ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ മന്ത്രാലയവും ആക്രമിച്ചിരിക്കുന്നു എന്ന വിവരം വരുന്നുണ്ട്. അവിടുത്തെ ന്യൂസ് ടിവിയുടെ സ്റ്റുഡിയോയിലടക്കം ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ 6 എയർപോർട്ടുകൾ ആക്രമിക്കുക എന്ന് പറയുമ്പോൾ അവിടെയുള്ള ജെറ്റ് എയർ വിമാനങ്ങളടക്കം ആക്രമിക്കുകയാണ്. അവരവിടെ നിന്നാണ് പലപ്പോഴും പല മിസൈലുകളും മറ്റും തൊടുത്തുവിടുന്ന സ്ഥലങ്ങളുമൊക്കെ ഉണ്ട്. ആ പ്രദേശങ്ങളിൽ അത്തരം മിസൈൽ കാരിയേഴ്സ് അടക്കം ആക്രമിച്ച പശ്ചാത്തലമുണ്ട്. അങ്ങനെ 6 എയർപോർട്ടുകളിലും വലിയ തോതിലുള്ള നാശനഷ്ടം ഇസ്രായേൽ സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2040 ഇസ്രായേൽ ഡിസ്ട്രക്ഷന് വേണ്ടി ഒരു ക്ലോക്ക്, അത് ഇറാന്റെ ടെഹ്റാനിൽ അത്തരമൊരു ക്ലോക്ക് ഉണ്ടായിരുന്നു. 2040 തങ്ങൾ ഇസ്രായേലിനെ ഇല്ലാതാക്കും, അതിൻ്റെ സമയക്രമമൊക്കെ നിശ്ചയിച്ചുകൊണ്ടുള്ള ആ ക്ലോക്കും ബോംബിട്ട് തകർത്തിരിക്കുന്നു എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ വളരെ കൃത്യമായി ടാർഗറ്റഡായ ഒരു ആക്രമണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെയാണ് ഈ ആക്രമണങ്ങൾ അവർ നിശ്ചയിച്ചിരിക്കുന്ന ഓരോ കേന്ദ്രങ്ങളിലും എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. എവിൻ പ്രിസൺ എന്ന് പറയുന്ന ഒരു ജയിൽ, അത് വളരെ അവിടുത്തെ ഒരു നൊട്ടോറിയസ് പ്രിസൺ കൂടിയാണ്, ജയിലാണ്. അവിടെയും ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നേരിട്ട് അയത്തുള്ള ഖൊമേനിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉള്ള ഒരു അയത്തുള്ള ഖൊമേനിയും ഒക്കെ ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെയൊക്കെ നിയന്ത്രണത്തിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് അത്. അവിടെയും ആ ഫെസിലിറ്റി ഹാസ് ലോങ് ബീൻ സിംബോളിക് ഓഫ് സ്റ്റേറ്റ് റെപ്രഷൻ ഹോൾഡിംഗ് ഇൻഡിവിജ്വൽ ഫ്രീക്വൻലി യൂസ്ഡ് ആസ് ഡിപ്ലോമാറ്റിക് ലെവറേജ് ഇൻ നെഗോഷിയേഷൻ വിത്ത് വെസ്റ്റേൺ ഗവൺമെന്റ്സ്. അങ്ങനെ ഓരോ തരത്തിലും ഉള്ള കൃത്യമായ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണോ എന്നുള്ളത് കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. വലിയ പ്രകോപനമാണ് ഇപ്പോൾ ഇസ്രായേൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇറാന്റെ മറുപടി എന്താകുമെന്നത് കാത്തിരുന്നു കാണണം. ഇനിയൊരു മറുപടി യാത്രത്തിൽ നൽകാനുള്ള ആരോഗ്യം ഇറാൻ ഉണ്ടോ എന്നതുകൂടി കാണണം. കാരണം തങ്ങളുടെ സ്ഥലത്തേക്ക് രാവിലെ മുതൽ തന്നെ ഇസ്രായേലിൽ വലിയ സൈറനുകൾ മുഴങ്ങുന്നുണ്ട്. പ്രദേശവാസികൾക്ക് മെസ്സേജുകൾ വരുന്നുണ്ട്, ഏത് നിമിഷവും മിസൈലുകൾ എത്താം എന്ന തരത്തിൽ. അതിനെയൊക്കെ കവർ ചെയ്യുന്ന വിധത്തിലുള്ള ആക്രമണം, പ്രതിരോധവുമായി ബന്ധപ്പെട്ട ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇറാനിലെ ഓരോ കേന്ദ്രങ്ങളും തെരഞ്ഞുപിടിച്ച് ഇസ്രായേൽ ആക്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആ ആക്രമണം അത് ഇറാനുമായുള്ള യുദ്ധത്തിന്റെ അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുന്നതിന്റെ സ്വഭാവത്തിന്റെ ഒരു വ്യത്യാസം കൂടി വളരെ കൃത്യമായി തന്നെ ഇസ്രായേൽ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇനിയും കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടി ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു. ഫോർദോ പോലെ തന്ത്രപ്രധാനമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഇത്തരമൊരു രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇനിയും ഇസ്രായേൽ പറയുന്നത് എത്രയധികം പ്രകോപിപ്പിച്ചാലും ആക്രമണങ്ങൾ നിർത്തില്ല, മുന്നറിയിപ്പുകൾ ഉണ്ടായാലും ആക്രമണങ്ങൾ നിർത്തില്ല, തങ്ങളുടെ ലക്ഷ്യം അത് കൃത്യമായി സാധിക്കും വരെയുള്ള ആക്രമണങ്ങളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ഇനിയും നമ്മൾ അമേരിക്കയുടെ ഈ വിഷയത്തിലുള്ള നിലപാട് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കണം. നേരത്തെ ട്രംപ് തങ്ങളുടെ ആക്രമണം വിജയകരമാണ് എന്ന് പറഞ്ഞ് അമേരിക്കൻ സേനയെ പ്രശംസിച്ച് ട്വീറ്റൊക്കെ ചെയ്ത് കണ്ടതാണ്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം ട്രംപിൻ്റെതും നമ്മൾ കാത്തിരിക്കുകയാണ്. രേണുക, ഞായറാഴ്ച ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് അമേരിക്ക നടത്തിയ ആക്രമണത്തിന് തൊട്ട് പിന്നാലെയാണ് ഫോർദോയിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ മുൻകരുതലുകൾ എടുക്കാനായതായും ശാസ്ത്രജ്ഞരെയും മറ്റ് സംവിധാനങ്ങളും മാറ്റാൻ കഴിഞ്ഞതായും അവകാശവാദം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ വലിയ രീതിയിലുള്ള ആഘാതം ഇസ്രായേൽ ഇറാനുമേൽ നടത്തിയിട്ടുണ്ട് എന്നതാണ്. ആ രീതിയിലുള്ള ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവരുന്നു. സീരീസ് ഓഫ് അറ്റാക്ക് നടത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ ശക്തമായ രീതിയിൽ 11ാം ദിവസവും ഇറാനുമേൽ കടന്നാക്രമണം നടത്തുകയാണ് ഇസ്രായേൽ. ലോകരാഷ്ട്രങ്ങളുടെ മുന്നറിയിപ്പ് കൂടി അവഗണിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഇറാനുമേൽ ഇസ്രായേൽ നടത്തുന്നത്. അമേരിക്ക ബങ്കർ ബസ്റ്റർ മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഫോർദോ വീണ്ടും ലക്ഷ്യമിടുന്നു എന്നത് തന്നെയാണ്. അതേസമയം തിരിച്ചടിക്കുന്നുണ്ട് ഇറാൻ. ഇസ്രായേൽ പലയിടങ്ങളിലും ഇന്ന് മിസൈൽ ആക്രമണം നടന്നു എന്നതിന്റെ വാർത്തകൾ കൂടി വരുന്നു. വളരെ വേഗം വാർത്തയിലേക്ക് തിരിച്ചെത്താം, ഇടവേളയ്ക്ക് ശേഷം.